അടുത്ത ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചിപ്പുളി പച്ചമുളകും അരിഞ്ഞ് വെച്ച് എന്തിനാണെന്ന്. ഞാൻ ഒരു ഇഞ്ചിപ്പുളി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കേണ്ടത്. നല്ലെണ്ണ ഒഴിച്ചു 2 മണി കടുകിടുക. പൊട്ടട്ടെ. ആവശ്യം ഇഞ്ചി പച്ചമുളക് 2 മണി ഉലുവ, കടുക് പൊട്ടിച്ച് 2 മണി ഉലുവ, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത് ഞാൻ പുളി കലക്കി പിഴിഞ്ഞ് അങ്ങനെ കലക്കി പിഴിഞ്ഞിട്ട് അതിൽ 2-3 എച്ച് വെല്ലം ഇട്ട് വെച്ചതാണ്. നന്നായി തിളച്ച് കുറുകി വേണം. ഇത് പതക്കിയിട്ട് അതിലേക്ക് ഇടും. കാണിച്ചു തരാം കേട്ടോ. കടുക് പൊട്ടി ഉലുവ 2 മണി ഉലുവ അതിലേക്ക് ഇടുന്നുണ്ട്. ഇത് കൂടാം. ഇഞ്ചി പച്ചമുളക് നന്നായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് വറുത് വരണം. നന്നായി വറുകണം. ഇഞ്ചി നന്നായിട്ട് മുരിഞ്ഞ് വരണം കേട്ടോ. ഇഞ്ചി പച്ചമണം നന്നായി പോകുന്നുണ്ട്. ഇഞ്ചി നന്നായി വറിയ ശേഷം കാണിക്കും. ഇതിലേക്ക് ഈ പുളിവെള്ളത്തിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കേട്ടോ. ഇഞ്ചി പച്ചമുളകും നന്നായി വരയിട്ടുണ്ട്. അതിലേക്ക് കൊട്ടുണ്ട് കേട്ടോ. ഇതിനി തിളച്ച് നന്നായി കുറുകി വരണം. കുറച്ച് സമയം എടുക്കും. അരമണിക്കൂർ എടുക്കും. കുറുകിയ ശേഷം ഞാൻ കാണിച്ചു തരാം. നന്നായി തിളച്ച് വെള്ളം വറ്റി കുറുകി വരണം. ഇതാട്ടോ എൻ്റെ ഇഞ്ചിപ്പുളി സ്റ്റേജായി. കണ്ടോ, ഇങ്ങനെ കൊഴുത്തു, ഇങ്ങനെ കുറുകി വന്നിട്ടുണ്ടത്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു നുള്ളു കായപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി കേട്ടോ. ഉലുവാപ്പൊടി ഇടുമ്പോൾ പ്രത്യേകം ഒരു മണം വരും അതിനാണ് ഈ ഉലുവാപ്പൊടി കായപ്പൊടി ലാസ്റ്റ് ഇടുന്നത്. കഴിഞ്ഞു. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. അതിന് ഇരുന്ന് കുറുകും. ഇഞ്ചിപ്പുളി റെഡിയായി.